ഇത് ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഇവർ രാവിലെ ഇവിടെ വന്ന് എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രായമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസ് എടുത്തിട്ട് പോവാണ്. മാത്രമല്ല ഈ എക്സസൈസ് മാത്രമല്ല, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടൂർ അടിക്കുക പോലുള്ള കലാപരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാ ജോലിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ ഒരു ജീവിതം. ഒരു 75 വയസ്സുള്ള ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. എന്താ പരിപാടി രാവിലെ? രാവിലെ തന്നെയാണ് എക്സസൈസ് എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങളൊരു കൾച്ചറാണ് ആണല്ലേ? അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത് പറയത്തില്ലേ, 10-40 ദിവസം പറയും. 40 സൈക്കിൾ ഇതില്ലാത്ത ദിവസം സൈക്ലിങ്ങിന് പോകും. 10-20 കിലോമീറ്റർ ദിവസം പോകാറുണ്ട്. വേറെ സ്വന്തം എക്സസൈസുകളും ഉണ്ട്. ഇതിന്റെ കൂടെ ആഹ്ലാദകരമായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നല്ല, ഇനി അടിച്ചു പൊളിച്ച് പോകണം അങ്ങോട്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. കുറേ നാളായിട്ടുള്ളതാണ് അല്ലേ? ഞങ്ങൾ 2 വർഷമാവാണ്. 23-ാം തീയതി 2 വർഷം പൂർത്തീകരിക്കുകയാണ്. 2022 ഒക്ടോബർ 23-നാണ് ആരംഭിച്ചിരുന്നത്. 30 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഒരു കൂട്ടായ്മയാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ സൗഹൃദ കൂട്ടായ്മയും കൂടെയാണ്. ഒരുപാട് കലാകാരന്മാരും ഉണ്ട്. നമ്മൾ തട്ടിമ്പുറത്ത് പാട്ടുപെട്ടി എന്ന് പറഞ്ഞ പാട്ടുകൂട്ടം കൂടെ ഉണ്ട്. എല്ലാം കൂടെ ഒരു 360 ഡിഗ്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം മൊത്തം പൊളിക്കാണ്. മലപ്പുറം പൊളിക്കും. ഇപ്പൊ മലപ്പുറം താരം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ മലപ്പുറത്തെ പൊന്നാര ഉദയനാണ്, ഉദയകുമാർ. ഇവിടെ ഉദയനും മുഹമ്മദും ഞങ്ങളെല്ലാം ചങ്കാണ് ഇവിടെ മലപ്പുറത്ത്. സകലകലാവല്ലഭൻ എല്ലാം ഉണ്ട്. MS ബാബുരാജ് ഓർമ്മ തന്നെ. അപ്പൊ ഒരു രണ്ടുപേര് പാട്ട് ശിഷ്യനാണ്. രാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. സാറ് നല്ലൊരു ഗായകൻ കേട്ടോ. മറ്റൊരു പാട്ട് പറയാൻ പറ്റും? പാടിക്കോ, ഇഷ്ടമുള്ള പാട്ട്. ഹിന്ദി. हम सफर एक जरा इंतजार सुन सदाए दे रही है मंजिल प्यार की. ഇവിടെ MS ബാബുരാജ് പോവും. ഇവിടെ ഹേ ബനാൻ ഒരു പൂതരാമോ, ഹേ ബനാൻ ഒരു കാതരാമോ പറയും. അപ്പൊ നമ്മുടെ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഓക്കെ. അപ്പൊ അവര് ആരോഗ്യ സംരക്ഷണം എന്തത് അപ്പൊ അവിടെ ആരോഗ്യ കൂട്ടായ്മ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിച്ച് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോയി അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. മാനസികാരോഗ്യ ദിനമാണ്. അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്നേഹോപകാരം താങ്കൾക്ക് വേണ്ടി ഉണ്ട്. ഇബ്രാഹിം വരുന്നതുകൊണ്ട് താങ്കൾക്കായിട്ട് പ്രത്യേകിച്ച് താങ്ക് യു. ഓക്കെ. അപ്പൊ താങ്ക് യു. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ 24 തരുന്ന സ്നേഹ സമ്മാനമാണ്. എന്ത് ചെടിയാണ്? ഇത് പച്ചക്കറി, പച്ചക്കറി വീട്ടിൽ നിന്ന് തുടക്കം കുറിക്കുക എന്നുള്ളതിന്റെ സന്ദേശം 24 നൽകുകയാണ്. അപ്പൊ താങ്ക് യു. ഓക്കെ, വിളിച്ചു. അപ്പൊ താങ്ക് യു. അപ്പൊ ഇതാണ് ഓക്കെ. അപ്പൊ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ നമുക്ക് സ്നേഹ സമ്മാനമാണ്. അത് പച്ചക്കറിയാണ്. പച്ചക്കറിക്കെതിരെ അത് ഞാൻ പറയാം. അപ്പൊ പച്ചക്കറിയൊക്കെ തന്ന് നല്ല സന്ദേശമാണ് ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ.